ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. സ്വർണ്ണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം പുനലൂർ. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475228650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്ത. അലിമുക്കിൽ വൻ അഗ്നിബാധ, വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരുടെ തമ്മിൽ തല്ല്. ഡിപ്പോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തെമ്മല DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. വാർത്തകൾ വിശദമായി. അലിമുക്കിൽ വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു. പുനലൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സനലിന്റെ ഉടമസ്ഥതയിലുള്ള അബി സ്റ്റോഴ്സ് ആണ് കഴിഞ്ഞ രാത്രിയിൽ പൂർണ്ണമായും കത്തിനശിച്ചത്. രാത്രി 11 മണിയോടെ കടയിൽ നിന്നും പുക ഉയരുന്നത് സമീപവാസികളാണ് ആദ്യം കണ്ടത്. കടയുടെ സമീപത്തുള്ള തേനീച്ചക്കൂട്ടിന് തീവച്ചതാകാമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പുക വർദ്ധിക്കുന്നത് കണ്ട് എത്തിയപ്പോഴാണ് കടയുടെ ഉള്ളിൽ നിന്നാണെന്ന് മനസ്സിലായത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഷട്ടർ തകർത്താണ് തീ അണച്ചത്. ഇന്നലെ രാത്രിയിൽ 12:30 എന്നെ തൊട്ടടുത്ത കടയിൽ സുനിൽ വിളിച്ചു പറഞ്ഞാണ് കടയ്ക്കകത്തോടെ പോകുമായിരുന്നു. ഞാനും വൈഫോടെ ഇവിടെ നോക്കുമ്പോൾ കടയ്ക്കകത്ത് നല്ല തീയാണ്. ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നു. ഫയർഫോഴ്സ് വന്ന് തീ അണച്ചു. പോലീസ് വന്ന് നമ്മുടെ മൊഴി രേഖപ്പെടുത്തിയിട്ട് അവർ പോയി. ഏകദേശം 4.5 ലക്ഷം രൂപയ്ക്കടെ കടക്കുള്ള നഷ്ടമുണ്ട്. സമീപത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് തീ പടരാഞ്ഞത് വൻ ദുരന്തം ഒഴിവാക്കി. കടയ്ക്കുള്ളിലെ ഫ്രിഡ്ജ്, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, അലമാര എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. ഫ്രിഡ്ജിൽ നിന്നുമുണ്ടായ ഇലക്ട്രിക് സർക്യൂട്ടാണ് തീ പടരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പിതൃസ്മരണയിൽ ആയിരങ്ങൾ കിഴക്കൻ മേഖലയിൽ ബലിതർപ്പണം നടത്തി. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. शस्त्र लसत्पीतवस्त्रं
പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രക്കളവുകളിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. മരിച്ചുപോയിട്ടുള്ള സമസ്ത പിതൃക്കൾക്കും അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള സമസ്ത പിതൃക്കൾക്ക്, നമ്മുടെ ഗുരുക്കന്മാർക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, അറിഞ്ഞ ബന്ധുക്കൾക്കും അറിയാത്ത ബന്ധുക്കൾക്കും എല്ലാ പിതൃക്കൾക്കും വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ കർക്കിടക മാസത്തിലെ വാവിന് ബലിയിടുന്നത് പിൻതലമുറക്കാർക്ക് അവരുടെ ഐശ്വര്യത്തിനും അവർക്ക് വേണ്ട അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പിതൃകർമ്മം എല്ലാ ജനങ്ങളും പങ്കെടുക്കുകയും അതിൻ്റെതായ രീതിയിൽ ചിട്ടയായി പിതൃസ്മരണയോടെ സമർപ്പണത്തോടെ എല്ലാ മന്ത്രങ്ങളും ഉരുവിട്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പിതൃകർമ്മം ചെയ്യുന്നതുകൊണ്ടുള്ള പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവുക. പുനലൂർ ശിവൻകോവിൽ, മൂർത്തിക്കാവ്, കൃഷ്ണൻകോവിൽ കടവ്, സ്നാനഘട്ടം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ആര്യങ്കാവ്, പാലരുവിയിലും ഇടപ്പാളയം മുരുകൻകോവിലും രാവിലെ മുതൽ തന്നെ ഭക്തർ ബലിയർപ്പണ ചടങ്ങുകൾക്ക് എത്തിയിരുന്നു. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിന് എത്തിയവർക്ക് സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് സൌകര്യങ്ങളും ഒരുക്കി. ലൈവ് വാർത്ത, പുനലൂർ, ആര്യങ്കാവ്. അതേസമയം ആര്യങ്കാവ്, പാലരുവിയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തടസ്സം നിൽക്കുന്ന നിലപാടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്ന് ആക്ഷേപം ഉയരുന്നു. ഉദ്യോഗസ്ഥർ പ്രവേശന കവാടത്തിലെ ഗേറ്റ് പൂട്ടിപ്പോയതിനാൽ നിശ്ചയിച്ചതിലും വൈകിയാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രദേശവാസികളും തമിഴ്നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ കാലാകാലങ്ങളായി ബലിതർപ്പണം നടത്തിവരുന്ന സ്ഥലമാണ് പാലരുവി. എന്നാൽ ഇത്തവണ പാലരുവിയിൽ ബലിതർപ്പണത്തിന് തടസ്സം നിൽക്കുന്ന നിലപാടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്ന ആശയമുയരുന്നു. പ്രവേശന കവാടത്തിലെ പ്രധാന ഗേറ്റ് പൂട്ടി ഉദ്യോഗസ്ഥർ താക്കോൽ കൊണ്ടുപോയതിനാൽ നിശ്ചയിച്ച സമയത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ബലിതർപ്പണത്തിന് എത്തിയവർക്ക് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. പിന്നീട് പ്രതിഷേധം ശക്തമായപ്പോൾ ഗാർഡന്മാരെത്തി പൂട്ടുപൊളിച്ചാണ് വിശ്വാസികൾക്ക് പാലരുവിയിലേക്ക് യാത്രയൊരുക്കിയത്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി ഞങ്ങൾ ബലിയിടാനായി പാലരുവി ജംഗ്ഷനിൽ എത്തിയപ്പോൾ പാലരുവി ജംഗ്ഷനിൽ നിന്നും ഗേറ്റിലേക്ക് പോയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. തിരക്കിയപ്പോൾ താക്കോലില്ല എന്ന് പറയുകയും അതിനുശേഷം ഫോറസ്റ്റ് ഗാർഡന്മാരെ നേതൃത്വത്തിൽ ഗേറ്റിന്റെ പൂട്ട് അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ ബലിയിടാൻ പോകാൻ പറ്റിയത്. മുൻപ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ രാവിലെ 5 മണി മുതൽ 12 മണി വരെ ബലിതർപ്പണം ചെയ്യാനെത്തുന്നവർക്ക് പാലരുവിയിലേക്ക് യാത്രാ സൌകര്യമൊരുക്കുമെന്നും ഇത് സൌജന്യമായിരിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഗേറ്റ് പൂട്ടി ഉദ്യോഗസ്ഥർ പോയതിനാൽ 5 മണിക്ക് എത്തിയവർക്ക് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. ഇതിനിടെ ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. 5 മണി മുതൽ 12 മണി വരെ ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് മാത്രമേ പാലരുവിയിലേക്ക് പ്രവേശനമുണ്ടാകൂ എന്ന് വനംവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ 10 മണിയോടുകൂടി തന്നെ മറ്റ് സഞ്ചാരികളെയും പാലരുവിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇത് ബലിതർപ്പണത്തിനെത്തിയവർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതായി ആക്ഷേപമുയരുന്നുണ്ട്. ബലിതർപ്പണ ചടങ്ങുകൾക്ക് തടസ്സം നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. മുൻപ് 800ഓളം ആളുകൾ ബലിതർപ്പണം നടത്തിയിരുന്ന ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണ നടപടികൾ ശക്തമായതോടെ ഇത്തവണ 150ഓളം ആളുകൾ മാത്രമാണ് ബലിതർപ്പണത്തിനെത്തിയത്. ഇപ്പോൾ നടന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബലിയിടൽ നടന്നത് ഏകദേശം ഒരു 100-125 പേര് മാത്രമാണ് ബലിയിടാൻ ഇന്ന് അവിടെ എത്തിയത്. കാരണം പാലരുവി ജംഗ്ഷനിൽ ചെന്നാൽ മാത്രമേ അവരുടെ ബസ്സിനകത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ എക്കോ ടൂറിസത്തിന്റെ 2 ബസ്സിനകത്ത് ഈ പാലരുവി എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ കഴിയത്തുള്ളൂ. സ്വകാര്യ വാഹനങ്ങൾ ഒന്നും കടത്തിവിടുന്നില്ല. അതുകൊണ്ടാണ് ഈ പാലരുവിയിൽ ബലിയിടാൻ ഇന്ന് ആൾക്കാർ കുറയുകയും. ലൈവ് വാർത്ത, ആര്യങ്കാവ്. പുനലൂരിൽ നടന്നുവന്ന പോണി സോഫ്റ്റ്ബോൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് സമാപനമായി. മലപ്പുറവും തിരുവനന്തപുരവും ജേതാക്കളായി. ജൂലൈ 22-23 തീയതികളിൽ പുനലൂർ മുനിസിപ്പൽ ഗ്രൌണ്ടിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12 പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗത്തിൽ 1ാം സ്ഥാനം മലപ്പുറവും 2ാം സ്ഥാനം കോട്ടയവും കരസ്ഥമാക്കി. അണ്ടർ 10 വിഭാഗത്തിൽ തിരുവനന്തപുരം 1ാം സ്ഥാനവും കോട്ടയം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഞായറാഴ്ച രാവിലെ പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനവും സമ്മാന വിതരണവും പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വോളിബോൾ ട്രഷറർ B രാജീവ് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ, പുനലൂർ ജനമൈത്രി പോലീസ് CRO ജോർജ് കുട്ടി, ഡോക്യുമെന്ററി സംവിധായകൻ സുരേഷ് ശിവദാസ്, കേരള ഫോക്കസ് ചീഫ് എഡിറ്റർ V വിഷ്ണുദേവ്, അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
JS Fashion Jewelers, Anjal. Phone 9847999874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഫോൺ 0475227719. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെഡ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. White Pearl Fashion Destination, Main Road, Punalur. Sari, chudar materials, kids wear, gents wear, party wear തുടങ്ങി quality textiles ഉൽപ്പന്നങ്ങൾ. White Pearl Fashion Destination, Main Road, Punalur. പുനലൂരിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടി. ബസ് ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. അഞ്ചൽ റൂട്ടിലോടുന്ന കിങ്ങിണി, ത്രിവേണി ബസ്സുകളുടെ ജീവനക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സമയക്രമത്തെ ചൊല്ലിയുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബസ് ഡ്രൈവർ മനേഷിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മനേഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുനലൂർ പോലീസ് ബസ് ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BMS ആര്യങ്കാവ് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ BMS സ്ഥാപന ദിനാചരണം സംഘടിപ്പിച്ചു. ആര്യങ്കാവ് പാലക്കൽ ഓഡിറ്റോറിയത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന BMSന്റെ സ്ഥാപക ദിനാചരണം സംഘടനാ ജില്ലാ ഉപാധ്യക്ഷൻ പരിമളം ശശി ഉദ്ഘാടനം ചെയ്തു. ആര്യങ്കാവ് പഞ്ചായത്ത് സമിതി സെക്രട്ടറി KV ജോർജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാമ്പഴത്തർ സലീം, V ഉത്തമൻ, KV റെജി നായർ എന്നിവർ സംസാരിച്ചു. സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി മധുര വിതരണവും പതാക ഉയർത്തലും നടന്നു. BMS പുനലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുനലൂർ നഗരസഭ, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത്, തെന്മല ഗ്രാമപഞ്ചായത്ത്, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത്, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് BMS സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചത്. ലൈവ് വാർത്ത, ആര്യങ്കാവ്. CPM ഇടമൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇടമൺ സത്രം ജംഗ്ഷനിൽ കൃഷിഭവന് മുകളിലുള്ള കെട്ടിടത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ വർഷം മുതൽ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി നടക്കത്തക്കവണ്ണം സർക്കാരും പദ്ധതികൾ പ്ലാൻ ചെയ്തു വരുന്നുണ്ട്. ഈ ഗവൺമെന്റ് കാലയളവിനുള്ളിൽ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അടച്ചുറപ്പുള്ള ഒരു വീട് കൊടുക്കും. അതിനാണ് ലൈഫ് പദ്ധതി എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് വസ്തുവുള്ള ആളുകൾക്ക് അതിനകത്ത് വീട് വെക്കാനൊരു പദ്ധതി കാണും, വസ്തുവും വീടും വേണ്ടവർക്ക് അതിനൊരു പദ്ധതി കാണും. അതിനുള്ള പദ്ധതികളെല്ലാം അതിന്റെ ലിസ്റ്റൊക്കെ ഇപ്പൊ പ്രസിദ്ധീകരിക്കും. തെമ്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലൈലജ അധ്യക്ഷയായി. CPM ഇടമൺ ലോക്കൽ സെക്രട്ടറി A സലീം സ്വാഗതം പറഞ്ഞു. CPM പുനലൂർ ഏരിയ സെക്രട്ടറി S ബിജു, CPM നേതാക്കളായ A ജോസഫ്, S വിനോദ്, സന്തോഷ്, പ്രകാശ് രാജേഷ്, രതീഷ് പട്ടവിള, അജി തങ്കച്ചൻ, മുന്താസ് ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, തെമ്മല. DYFI പുനലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഹൃദയസ്പർശം പദ്ധതി 140-ാം ദിവസം പിന്നിട്ടു. CPM ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ ചടങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ ചടങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊല്ലം ജില്ലാ ആശുപത്രി 140 ദിവസം പിന്നിട്ടുകൊണ്ട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണ് ഹൃദയസ്പർശം എന്ന പദ്ധതി. അത് കൊല്ലം ജില്ലയിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിലടക്കം, ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിലടക്കമുള്ള DYFIയുടെ പ്രവർത്തകർ എല്ലാ ദിവസവും
ഹൃദയസ്പർശം എന്ന പദ്ധതി പ്രകാരം കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയാണ്. അതിന്റെ ഓരോ ദിവസവും ഓരോ വില്ലേജ് കമ്മിറ്റികളാണ് ഭക്ഷണം കൊടുക്കുന്നത്. 5000 പൊതിച്ചോറുകളാണ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഡിവൈഎഫ്ഐ ഭാരവാഹികളായ എസ് അൻവർ, ശിവപ്രസാദ്, CPM ലോക്കൽ സെക്രട്ടറി AR കുഞ്ഞുമോൻ, A നാസർ, NM മാത്യു, R വിനയൻ, R രാമൻകുട്ടി, അജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട്